ഹായ് കൂട്ടുകാരെ, ഞാനൊരു ചെറിയ കേക്ക് ഉണ്ടാക്കുകയാണ്. 4 ചേരുവകൾ മാത്രമേ ഉള്ളൂ. പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്, വെണ്ണ, മൈദാമാവ് അരിക്കാനെടുത്ത് വെച്ചിട്ടുണ്ട്, മുട്ട. ഇത്രയും മാത്രമേ ഉള്ളൂ. ഓയിലിന് പകരമാണ് വെണ്ണ ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ എടുത്ത് വെച്ചതാണ്. അതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇതാണ് എൻ്റെ അളവ് പാത്രമായിട്ട് എടുത്തത്. ഈ കപ്പിന് 1.5 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ കപ്പിന് തന്നെ 2 കപ്പ് മൈദ. ഇനി വെണ്ണ നമുക്ക് ആവശ്യത്തിനിടാം. 2 മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റിയിട്ട് രണ്ട് പാത്രത്തിൽ തന്നെ എടുത്ത് നമുക്കിതിനെ മിക്സ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെണ്ണ ഇടുന്നുണ്ട്. പഞ്ചസാരയും മുട്ടയുടെ മഞ്ഞയും നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 തവണയായിട്ടാണ് പഞ്ചസാര ഇട്ടത്. ചേർത്തെടുക്കാം. മുട്ടയുടെ വെള്ളയെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഡ്രോപ്പ് മഞ്ഞ അതിൽ വീണിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇതിന് ഈ കളറ്. മണമൊന്ന് മുട്ടയുടെ മഞ്ഞയുടെ മണം പോകാൻ നമുക്ക് ഒരു ചെറിയ ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 3-4 ഡ്രോപ്പ് വനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. മൈദപ്പൊടി കുറേശ്ശെ ഇട്ട് വേണം ഇളക്കി യോജിപ്പിക്കാൻ. ഒരുപാട് കുത്തി ഇളക്കാൻ പാടില്ല. ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്ലെയിൻ കേക്കാണ്. ഏലക്കായപ്പൊടിയോ പട്ടയുടെ പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. ബാക്കി പൊടി കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
മൈദപ്പൊടിയും 3 തവണ നമ്മൾ അരിക്കണം. ഞാൻ 2 തവണ അരിച്ച് വെച്ചതായിരുന്നു. ഇപ്പോൾ 1 തവണ കൂടെ ഇതിലേക്ക് അരിച്ചിട്ടു. കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. കുറച്ച് കട്ടിയായിരുന്നു. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ തണുത്തത് കൊണ്ടുവന്ന് ഒഴിക്കാൻ പാടില്ല. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു, ആവശ്യം വന്നാൽ ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയാണ് ബാറ്റർ ഇരിക്കുന്നത് ഇപ്പോൾ കേട്ടോ. നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം. കേക്ക് ടിന്നിൽ വെണ്ണ പുരട്ടി അതിൽ ബട്ടർ പേപ്പർ വെച്ചു. അതിലും എണ്ണ പുരട്ടി. രണ്ടിലും എണ്ണ നല്ലതുപോലെ തടവണം. എല്ലാ വശത്തേക്കും ഒരുപോലെ മാവിനെ റെഡിയാക്കി കൊടുക്കാം. ബാറ്റർ എല്ലായിടത്തും ഒരുപോലെ ഇരിക്കണം. ഇതിൽ ബബിൾസ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ 1, 2, 3 തവണ ഒന്ന് തട്ടി കൊടുത്താൽ മതി. തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടി അരമണിക്കൂറായിട്ട് എൻ്റെ കുക്കറിലാണ് ഞാൻ വയ്ക്കുന്നത്. വലിയ കുക്കറ്, സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന കുക്കറാണത്. ഇപ്പം നല്ല ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേക്ക് ടിന്നിനെ. കേക്ക് അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് വെണ്ണയും പഞ്ചസാര പൊടിച്ചതും ചേർത്ത് മിക്സ് ചെയ്ത് ഇതിൽ തേച്ച് കൊടുക്കാം. വെണ്ണ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതിനകത്ത് തേച്ച് കൊടുക്കാം. അങ്ങനെ തേക്കാനൊരുങ്ങുകയാണ്. നമ്മുടെ കേക്ക് റെഡിയായി കഴിഞ്ഞു. വെണ്ണയും പഞ്ചസാരയൊക്കെ കേക്കിൽ തേച്ചു. നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ കേക്കാണ് ബട്ടർ കേക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കും.